രൂപയ്ക്ക് വെറും 30,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. ഒരു ക്ലെയിമില്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ലാത്ത 2019 മോഡൽ നിസാൻ കിക്സ് നിങ്ങൾക്ക് കൊണ്ടുപോയി. സിംഗിൾ ഓണർഷിപ്പിൽ 57,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. 57,000 അല്ലേ? ഓക്കെ. 19 മോഡൽ വലിയ ഓട്ടം പോയില്ല, സിംഗിൾ ഓണർ കിടക്കാണ്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റേ ഇല്ല. ഡീസൽ ഓട്ടോമാറ്റിക് നെക്സോൺ 2018 വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർ കിടക്കുന്ന ഫുൾ സർവീസ് പോയ വാഹനം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ വീണ്ടും കണ്ണൂരേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ണൂര് കൂത്തുപറമ്പുള്ള മാർവൽ മോട്ടോഴ്സ് വരണം നമ്മളിവിടെ. വരണേ സ്വാഗതം. എങ്ങനെയുണ്ട് മൊത്തത്തിലെ അവസ്ഥ? കഴിഞ്ഞ മാസം അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വീഡിയോസിൽ പോയോ വണ്ടികള്? ഒരു വണ്ടികളിൽ പോയിട്ടുണ്ട്. പുതിയ വണ്ടികൾ കുറെ കയറിയിട്ടുണ്ട്. ഇവിടെ ചിലൊരു മിഡിൽ സെഗ്മെന്റ് വണ്ടികൾ അല്ലേ? അതായത് ചെറുതു മുതൽ മിഡിൽ അങ്ങനത്തെ സെഗ്മെന്റ് ആണ് കൂടുതലും ഉണ്ടാവുക. ഈ കാണുന്ന പോലെ തന്നെ ഹാഷ് ബാക്ക് നിങ്ങൾ മാർക്കറ്റിൽ അന്വേഷണം കൊണ്ട് കിടക്കുന്ന വണ്ടികൾ അല്ലേ? അതാണ് കൂടുതൽ ചെറുവണ്ടികൾ, സാധാരണക്കാർക്കുള്ള കുറെ വണ്ടികളുണ്ട്. അതെ. ഇത് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ കായലോടാണ് ലൊക്കേഷൻ വരുന്നത്. കൂത്തുപറമ്പ് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉണ്ടാവും. അത്രേ ഉള്ളൂ. 5 കിലോമീറ്റർ ടൗണിൽ നിന്ന്. ഓക്കെ. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അധികം മാക്സിമം ലോണൊക്കെ കിട്ടുന്ന വണ്ടികൾ തന്നെ ആയിരിക്കും അല്ലേ? ഓൾമോസ്റ്റ്. ലോൺ നിങ്ങളോട് എടുക്കാൻ പറയുന്നതല്ല, പിന്നെ ലോൺ ഇട്ടിട്ട് ഒരു വണ്ടി വാങ്ങുന്ന ആഗ്രഹമുള്ളവർക്ക് വേണ്ടി പറയാണ്, വേറൊന്നുമല്ല. പിന്നെ വണ്ടീന്റെ കണ്ടീഷൻ അത് നമുക്ക് എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കി തന്നെ കൊടുക്കാമല്ലോ. മോഡൽ കുറച്ച് കൂടിയ വണ്ടികളിലും നമ്മൾ തന്നെ നല്ലപോലെ ചെക്ക് ചെയ്തും കാര്യങ്ങളിലാണ് എടുക്കുന്നത്. എക്സ്ചേഞ്ചിന് വന്ന കുറച്ച് വണ്ടികൾ ഉണ്ടാവും. എക്സ്ചേഞ്ച് വണ്ടികൾ വന്നിട്ട് തന്നെ ചെക്ക് ചെയ്യാം. ആരെയും കൊണ്ടുവരാം, അല്ല എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് ഏത് വണ്ടിയാണെങ്കിലും മോഡൽ കൂടിയ വണ്ടിയാണെങ്കിലും അങ്ങനെ ചെക്ക് ചെയ്ത് എടുക്കേണ്ടത്. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തിട്ടാണല്ലോ എടുത്തത്? അതെ, നമ്മൾ ചെക്ക് ചെയ്തിട്ട്. ഇവരൊക്കെ ഓൾറെഡി ഇവാലുവേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലുണ്ട്. വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടും വിട്ടുപോകരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാം. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യ വാഹനം സാൻഡ്രോ ആണ്. ഹ്യുണ്ടായുടെ KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഏതാ മോഡൽ? ഇത് 2019 ആസ്റ്റ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 19 പുഷ് ബട്ടൺ, അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഫോൾഡിംഗ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. പുഷ് ബട്ടൺ വരും സാൻഡ്രോ? ഇതില് ആസ്റ്റ ഓപ്ഷനില്ല പുഷ് ബട്ടൺ. ഓക്കെ, സോറി. അപ്പോൾ പുഷ് ബട്ടൺ ഇല്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അലോയ്സും ബാക്കിയെല്ലാം വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ 57,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. 57,000 അല്ലേ? ഓക്കെ. 19 മോഡൽ വലിയ ഓട്ടം പോയില്ല, സിംഗിൾ ഓണർ കിടക്കാണ്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റേ ഇല്ല, ഒന്നുമില്ല. ഓക്കെ. ഒരു നീറ്റ് ചെറിയ ടച്ചപ്പ് ചെയ്യാനുണ്ട്, അത് നമ്മൾ ക്ലിയർ ആയി കൊടുക്കും. നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കൂലേ? ക്ലിയർ ചെയ്ത്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്തല്ല വണ്ടി? എല്ലാം ചെക്ക് ചെയ്ത വണ്ടി, നല്ല ക്ലാസ് വണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് എടുക്കാം അല്ലേ? ചെക്ക് ചെയ്യാം. എത്ര ചോദ്യം? എത്ര? ഇത് നമുക്ക് 3,80,000 വേണ്ട, 3,45,000 കൊടുക്കാം ഫൈനൽ. ഓക്കെ. 3,75,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് 2019 സിംഗിൾ ഓണർ കിടക്കുന്ന സാൻഡ്രോ കിട്ടുന്നത്. അതും ആസ്റ്റയാണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. അപ്പോൾ നല്ലൊരു ഹാഷ് ബാക്ക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും മുട്ടി എടുക്കാൻ പറ്റും വണ്ടി. മൈലേജ് ഒരു 12, 15, 16 വരെയൊക്കെ മൈലേജും കിട്ടും. പിന്നെ ലോണൊരു ഫുള്ള് കിട്ടുമോ? അതോ ഓൾമോസ്റ്റ് ഫുള്ള് കിട്ടും. ചെറിയൊരു 10,000-15,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകും. അല്ലെ മാക്സിമം നല്ല പ്രൊഫൈലാണ്, മാക്സിമം ചെയ്ത് കൊടുക്കാം. ഫുൾ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. താല്പര്യം ഉണ്ടോ നോക്കോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വാഹനം ടാറ്റ ടിയാഗോ KL47 രജിസ്ട്രേഷൻ ആണ്, കൊടുങ്ങല്ലൂർ അല്ലേ? ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 ടിയാഗോ XT. മിഡിൽ ഓപ്ഷൻ ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, 3 ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ. 68,000 കിലോമീറ്ററിൽ സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. 68,000 വലിയ ഓട്ടം അല്ല. ഫുള്ള് കമ്പനി സർവീസ് ഉണ്ടോ അതോ? ഓൾമോസ്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഉണ്ടല്ലേ? ഓക്കെ. ടയർ ഭാഗവും കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉണ്ട്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒരു ഡോർ മാത്രം റീപ്ലേസ്. ഏതാ? ബാക്ക് ഡോറാ? ബാക്ക് ഡോർ. ഓക്കെ. ബാക്ക് റൈറ്റ് ഡോർ മാത്രം മാറിയിട്ടുണ്ട്. അതിന്റെ ഗ്ലാസോ? ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. അപ്പൊ ചെറിയ എന്തോ പോറെല്ലാം മാറിയതായിരിക്കും. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല, ഡോർ മാത്രം. ഓക്കെ. എത്രയാ ചോദ്യം? നമുക്ക് ഒരു 2,85,000 കൊടുക്കാം ഫൈനൽ അല്ലേ? ഓക്കെ. 2,85,000 രൂപയ്ക്കാണ് 2017 XT ടിയാഗോ നിങ്ങൾക്ക് കിട്ടുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്, വലിയ ഓട്ടം പോയിട്ടില്ല. അപ്പോൾ താല്പര്യം ഉണ്ടോ വിളിച്ചോ. ഒരു ഡോർ മാത്രം റീപ്ലേസ് ആണ്. ലോണ് ഒരു 2.5 വരെ കിട്ടും. 2,60-2,65 കിട്ടും. അത്രയും കിട്ടും അല്ലേ? അടുത്തത് ഒരു അടിപൊളി SUV ആണ്. നിസാൻ കിക്സ് KL21, തിരുവനന്തപുരം നെടുമങ്ങാട് രജിസ്ട്രേഷൻ ആണ്. അതായത് ടെറാനോന്റെ മേലെ വരുന്ന കാറ്റഗറിയാണ് അല്ലേ? ഓക്കെ. ഏതാ മോഡല്? ഇത് 2019. 2019 സിംഗിൾ ഓണർഷിപ്പിൽ 1.5 ടർബോ പെട്രോൾ. 1.5 ടർബോ പെട്രോൾ വാഹനമാണ്. ഓക്കെ. മൈലേജ് ഒരു 11, 14 ആ റേഞ്ച് ഒക്കെ കണ്ടാൽ മതി. അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ മതി. പെർഫോമൻസ് ആണ്. പെർഫോമൻസ് ആണ്. എന്താ പറയാ, ഫുൾ ഓപ്ഷനാ? എക്സൽ 19. ഓക്കെ. XP പ്രീമിയം ഉണ്ടാവും അല്ലേ? പിന്നെ മേലെ വരുന്ന. ഓക്കെ. അപ്പോൾ എക്സൽ മിഡിൽ ഓപ്ഷനിൽ തന്നെ ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഒരു പെട്രോൾ SUV സെഗ്മെന്റ് ആണ്. പെർഫോമൻസ്
ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ, അതും ഒരു SUV നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ വണ്ടി. കിലോമീറ്റർ എത്ര പറഞ്ഞാൽ 33,000 കിലോമീറ്റർ ഓടിയല്ലോ. 33,000 എല്ലാ കമ്പനി സർവീസ്. എല്ലാ കമ്പനി സർവീസ്. ഓക്കെ, വളരെ ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണറോ? സിംഗിൾ ഓണർ കിടക്കുന്ന വാഹനം. എത്ര ചോദ്യം ഇപ്പോൾ? ഇത് നമുക്ക് ഫൈനൽ ഒരു 4,85,000 കൊടുക്കാം. 4,85,000 രൂപയ്ക്ക് വെറും 30,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. ഒരു ക്ലെയിമും ഇല്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ലാത്ത 2019 മോഡൽ നിസാൻ കിക്സ് നിങ്ങൾക്ക് കൊണ്ടുപോകാം കേട്ടോ. പെട്രോൾ വാഹനമാണ്, 1.5 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്ന വണ്ടി. അപ്പോൾ ലോണും 4-4.25 വരെ കിട്ടും, ഓൾമോസ്റ്റ് വരും. ഓക്കെ, അതായത് ഡസ്റ്ററല്ല, ടെറാനോ ഡസ്റ്റർ, അതിൻ്റെയൊക്കെ മേലെ വരുന്ന കാറ്റഗറിയാണ് ഈ വാഹനം. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. അടുത്ത വണ്ടിയിലേക്ക് പോകും. എന്താണെന്ന് അറിയില്ല, ഇവിടെ സാൻഡ്രോന്റെ ഏറും കളിയാണ്. അത് സെയിം മോഡൽ സാൻഡ്രോ, പഴയൊന്നുമല്ല. KL 79 രജിസ്ട്രേഷൻ വരുന്ന സാൻഡ്രോ ആണ്. 79 കണ്ണൂർ ജില്ലയിലെ കണ്ണൂരില്ല, കാസർഗോഡാണ്. കാസർഗോഡ്. ഓക്കെ, അപ്പോൾ ഏതാ മോഡൽ? 2018 സെക്കൻഡ് ഓണർഷിപ്പിൽ 72,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഏതാ ഓപ്ഷൻ? ഇത് സ്പോർട്സ് തന്നെയാണ്, നേരത്തെ കണ്ട പോലെ തന്നെ സ്പോർട്സ് ആണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല വണ്ടി. 72,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല? ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, 19 രജിസ്ട്രേഷൻ. ഓക്കെ, എത്രയാ ചോദ്യം? ഇത് 3,10,000 കൊടുക്കാം. ഓഫർ പ്രൈസ് 10,000. നമുക്ക് എക്സ്ചേഞ്ചിൽ വന്ന വണ്ടിയാണ്, അതുകൊണ്ടാണ് ആ ഒരു. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. 18 മോഡൽ സ്പോർട്സ് 3,10,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 19 രജിസ്ട്രേഷൻ വേണ്ട വാഹനം. അപ്പോൾ ഫുൾ ഓൺ കയറൂലേ? ഫുൾ ഓൺ വരും. ഓക്കെ, അപ്പോൾ നല്ലൊരു കാർ ഹാച്ച് ബാക്ക് നോക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു സെഗ്മെന്റ് അല്ലേ. അടുത്തത് KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വരുന്ന മാരുതി സുസുക്കിയുടെ ബലേനോ. ഏതാ മോഡല്? 2018 സീറ്റ. ഓക്കെ, ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ ആൽഫേന്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. പക്ഷെ ഇതിൽ എല്ലാ ഫീച്ചേഴ്സും വരില്ല. അങ്ങനത്തെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ഉണ്ടാവില്ല, അങ്ങനത്തെ മാറ്റൊക്കെ ഉള്ളൂ ചെറിയ അല്ലേ. ഓക്കെ, 18 മോഡൽ. ഓട്ടം 60,000. പെട്രോൾ മാനുവൽ 60,000 കിലോമീറ്റർ ഓടിയ സീറ്റ 2018 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ക്ലെയിം ഒന്നുമില്ല. ഗ്ലാസിന് ചെറിയ ക്രാക്ക് ഉണ്ട്. മാറിയിട്ടില്ല, പക്ഷെ നമ്മൾ മാറിക്കൊടുക്കും. കണ്ടതിന് ശേഷം മാറിക്കൊടുക്കും. ഓക്കെ, എത്രയുടെ പ്രൈസ്? 5,65,000 കൊടുക്കാം നമുക്ക്. 5,65,000. 18 സീറ്റ ബലേനോ പെട്രോൾ മാനുവൽ വാഹനമാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ അടക്കാം. ഒരു 5-5.5 വരെയൊക്കെ ലോൺ കിട്ടും. 5.5 വരെ കിട്ടും. അടുത്തതാ ടാറ്റ നെക്സോൺ ആണ്. KL 31 രജിസ്ട്രേഷൻ. നെക്സോണിന്റെ ഫസ്റ്റ് ഷേപ്പ് വാഹനമാണ്. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനം. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2018 XZA പ്ലസ് ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 18 ഡീസൽ ഓട്ടോമാറ്റിക്കില് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? മൈലേജ് ഉണ്ടാവും, 20 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. പുഷ്പൺ സ്റ്റാർട്ട് അലോയിൽ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സൺറൂഫ് അന്നേരം വരുന്നില്ല, ഇതിൽ ഡാർക്ക് എഡിഷനിലാണ് സൺറൂഫ് വരുന്നത്. MT തന്നെയല്ലേ ഇത് വരുന്നല്ലേ? അതെ, MT ഗിയർ ബോക്സ് വരിക. അപ്പോൾ എന്തായാലും മൈലേജ് ഉണ്ടാവും. ഒരു 17-19 റേഞ്ച് ഒക്കെ. എല്ലാ സർവീസും പ്രോപ്പർ കമ്പനി സർവീസാണ്. സിംഗിൾ ഓണർ വണ്ടി. ക്ലെയിമോ കാര്യങ്ങളോ? ഒരു ക്ലെയിമില്ല. റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. ഫുൾ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ഫുൾ ഹിസ്റ്ററി വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് 2018 വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര ചോദ്യം? നല്ല മൈലേജ് ഉണ്ടാവും. ഇത് നമുക്ക് 5,35,000 നമുക്ക് കൊടുക്കാം. 5,35,000 രൂപയ്ക്ക് ഡീസൽ ഓട്ടോമാറ്റിക് നെക്സോൺ 2018 വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർ കിടക്കുന്ന ഫുൾ സർവീസ് പോയ വാഹനം. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് ലോൺ 5 ലക്ഷം രൂപ വരെ ലോൺ. ഏകദേശം 15 ലക്ഷം രൂപ ഉണ്ട് പുതിയ. അതിന്റെ വില വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യുന്നില്ലെങ്കിൽ ഓൾമോസ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു 5 രൂപ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഹ്യുണ്ടായി i10 ആണ് അടുത്ത വാഹനം. KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്, കണ്ണൂർ ജില്ല തന്നെ. ഏതാ മോഡൽ? ഇത് 2013 i10 മാഗ്ന. സിംഗിൾ ഓണർഷിപ്പിൽ 72,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. 13 72,000 സിംഗിൾ ഓണർ തന്നെ കിടക്കുകയാണ്. ഓക്കെ, 72,000 മാത്രം ഓടിയേക്കുന്ന വാഹനമാണ്. മാഗ്ന എന്ന് പറയുമ്പോൾ AC പോർഷനും ഫോളോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ, അത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ? ഓക്കെ, ടയേഴ്സും അത്യാവശ്യം നല്ല ടയേഴ്സാണ്. ബാക്കിൽ കുറവാണ്. ഓക്കെ, ഒന്ന് പോളിഷ് ചെയ്തെടുത്ത സാധനം അടിപൊളിയായി. നല്ല വണ്ടി. ഒരു ബിഗിനേഴ്സിന് പറ്റിയ വണ്ടിയാണ്. ആൾട്ടോയിൽ എടുക്കുന്നതിനെക്കാട്ടും നല്ലത് കുറച്ചും കൂടി വലിയ വണ്ടിയായി. അതെ, പിന്നെ ആൾട്ടോ മൈലേജ് വരും, മൈലേജ് കുറച്ച് കുറവായിരിക്കും. ഇത് 12-15 റേഞ്ച് ഒക്കെ കണ്ടാൽ മതി, അതിന്റെ ഉള്ളിൽ കണ്ടാൽ മതി. ഓക്കെ, അപ്പോ എത്ര ചോദ്യം? എത്രയാ ഇത്? 1,40,000. 1,40,000 രൂപയ്ക്ക് 2013 വെറും 72,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഈ ഒരു i10 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ കയറും. അടുത്തതും ഹ്യുണ്ടായി തന്നെ. KL 18 വടകര രജിസ്ട്രേഷൻ വരുന്ന ഇയോൺ ആണ്, കോഴിക്കോട് ജില്ല തന്നെയാണ്. ഏതാ മോഡല്? 2016 ഓക്കെ, ഇയോൺ ഇറ പ്ലസ്.
ഇറ പ്ലസ് ആണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്ന ഇറ പ്ലസ് അല്ല, മാഗ്ന പ്ലസ് ആണ്. മാഗ്ന പ്ലസ് ആ. ഓക്കെ, 2 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്കും കൂടെ വരും. ഓക്കെ, അത്രയും ഫീച്ചേഴ്സ് വരും. മാഗ്ന പ്ലസിലേക്ക് എത്തുമ്പോൾ 16 മോഡലാണ്. ഓട്ടോ എത്ര പോയി? 57,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ്. ക്ലെയിം കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല, ഒരു റീപ്ലേസ് ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. നല്ലൊരു നീറ്റ് ഇയോൺ ആണ്. 57,000 മാത്രം ഓടി, 16 മാഗ്ന പ്ലസ് ആണ്. നല്ല ടയേഴ്സും ഉണ്ട്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. എത്രയാ ചോദ്യം? 2,10,000 കൊടുക്കുക. 2,10,000 16 മാഗ്ന പ്ലസ് ആണ്, ഇറ പ്ലസ് അല്ല. അതിന്റെ വിലയായിട്ട് കമ്പയർ ചെയ്യാറ് മാഗ്ന പ്ലസ് ആണ്. ലോ കിലോമീറ്റർ ആണ്. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോ. സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി. സിംഗിൾ ഓൺഷിപ്പ് ഒരു 1,90, 1,85, 1,90 വരെ ലോൺ ഉണ്ട്. ലോണും കിട്ടും. മൈലേജ് ഉണ്ടാവേ ഒരു 15-18 വരെയൊക്കെ മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഇയോൺ KL 13 കണ്ണൂർ വണ്ടിയാണ്. ഇത് സിൽവർ കളർ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013. 2013 ഇയോൺ സിംഗിൾ ഓൺഷിപ്പിൽ 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് തന്നെയാണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ്. ഓക്കെ, ഏതായത് ഇറയാണോ? ഇത് ഇറ പ്ലസ്. ഇറ പ്ലസ് ആണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്ന വാഹനമാണ്. ക്ലെയിമും കാര്യമൊന്നുമില്ല. നല്ല ടയേഴ്സ് ഫ്രണ്ടിലുണ്ട്. എല്ലാം നല്ല ടയേഴ്സാണ് തോന്നുന്നു. നല്ല ടയേഴ്സാണ്. ഓക്കെ, പുതിയ ഒന്നും ചെയ്യാനില്ല. 72,000 മാത്രം ഓടിയിട്ടുള്ളൂ. 13 മോഡലുമാണ്. സിംഗിൾ ഓൺഷിപ്പ് കിടക്കാണ്. അപ്പോൾ ഒരു ഇങ്ങനത്തെ കുറച്ച് വണ്ടികളുണ്ടല്ലേ, നല്ല ഒരു ബിഗിനേഴ്സിന് പറ്റിയ കുറച്ച് വണ്ടികളുണ്ട്. ഓക്കെ, ഇതിപ്പോ എത്രയാ നമുക്ക്? ഇത് 1,40,000 കൊടുക്കാം. 1,40,000 രൂപയ്ക്ക് 13 ഇറ പ്ലസ് 72,000 രൂപയുടെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഓക്കെ, ഫുൾ ഓൺ കയറും? ഇല്ല, 1,30 വരെ കയറും. ഓക്കെ, ഒരു 10,000 രൂപയ്ക്ക് കണ്ട ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. ചെറിയ പൈസ ഒക്കെ എടുത്തിട്ട് അല്ലേ? അതെ, നമുക്ക് തടിക്ക് കൊടുക്കില്ല, കുറച്ച് കാലം ഉപയോഗിക്കാൻ ചെയ്യാം. അടിപൊളിയായിട്ട് അല്ലേ? അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഫോക്സ് വാഗൺ വെൻഡോ KL 18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഏതാ മോഡൽ? ഇത് 2011 മോഡലാണ്. പേപ്പർ പുതിയ പേപ്പർ എടുത്ത് 31 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, നിലവിൽ 31 വരെ 5 വർഷത്തേക്കുള്ള ഫുൾ പേപ്പർ ഫിറ്റ് ആണ്. 11 മോഡല്. ഏതാ ഓപ്ഷൻ? ഇത് കംഫർട്ട് ലൈൻ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 57,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. എല്ലാം കമ്പനി സർവീസ് ആണ്. ഡീസലോ പെട്രോളോ? പെട്രോൾ വെൻഡോ ആണ്. സിംഗിൾ ഓണർഷിപ്പ്, വെറും 57,000. കമ്പനി സർവീസ് പോയേക്കുന്ന നല്ലൊരു വാഹനമാണ്. ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നും ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. കംഫർട്ട് ലൈൻ എന്ന് പറയുമ്പോൾ പവർ വിൻഡോസ് 4 ഉണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവില്ല. AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് അല്ലേ? ഇത്രയും ഫീച്ചേഴ്സ് വരും. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് അല്ലേ? അഡീഷണൽ സ്ക്രീനും ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഡിഫോർ ലൈനും വരുന്നുണ്ട് അല്ലേ? അപ്പൊ നല്ലൊരു സെഡാൻ കാറ്റഗറി തപ്പി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന പെട്രോൾ വെൻഡോ ആണ്. അതുകൊണ്ട് എന്താ ഡീസൽ പോലെ മെയിൻ്റെനൻസ് അതിൻ്റെ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. 15,000 കിലോമീറ്റർ കൂടുമ്പോൾ. ഓക്കെ, അപ്പോൾ എത്രയാ ചോദ്യം? ഇത് 2,20 കൊടുക്കാം. 2,20,000 രൂപയ്ക്ക് 5 വർഷത്തെ പുതിയ പേപ്പറിലാണ്. 11 മോഡല് 31 വരെ നിലവിൽ പേപ്പർ. 57,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. അപ്പോൾ നല്ലൊരു സെഡാ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. അടുത്ത വണ്ടിയിൽ നമ്മുടെ കുറെ പുതിയ സാൻട്രോ ഉണ്ട്. ഇനി ഒന്ന് പഴയത് കാണാം. KL 60 രജിസ്ട്രേഷൻ വരുന്ന ഹ്യുണ്ടായി സാൻട്രോ സിംഗ് അല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2008 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പിന്നെ 80,000 കിലോമീറ്റർ. 23 പേപ്പർ എടുത്തിട്ടുണ്ടാവില്ലേ? എടുത്തിട്ടുണ്ടാവും. 28 വരെ നിലവിലെ പേപ്പർ ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ഓൺഷിപ്പ് അല്ലേ? നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി. സാധാരണ കാണുന്ന സാൻട്രോ എന്ന് വെച്ചാൽ അത്യാവശ്യം വൃത്തി കുറവുണ്ടാവും. പക്ഷെ ഇത് നല്ല വൃത്തിയുണ്ട്. ബോഡി വൃത്തി ഇന്റീരിയർ വൈസ് ഉണ്ട് അല്ലേ? വൃത്തി. ഓക്കെ, ക്ലെയിമും കാര്യം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, വേറെ മേജർ ക്ലെയിമോ കാര്യമൊന്നുമില്ല. 28 വരെ പേപ്പറുള്ള സാൻട്രോ ആണ്. GLS ആ? അതെ, GLS. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ഉണ്ട്. ഓക്കെ, എത്രയാ ചോദ്യം? എത്ര ഇപ്പോൾ? ഇത് 68 രൂപ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 68,000 നല്ലൊരു നീറ്റ് സാൻട്രോ 28 വരെ പേപ്പറിൽ കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ താല്പര്യം വിളിച്ചോ. ഇതിലൊന്നും ലോൺ കിട്ടൂല, ഇട്ടാൽ നഷ്ടമാണ്. അടുത്ത വണ്ടി നിൽക്കും. അടുത്തത് ആൾട്ടോ 800 ആണ്. KL 58 തലശ്ശേരി വണ്ടി. ഏതാ മോഡല്? 2022. ഓക്കെ, 2022 സിംഗിൾ ഓണറിൽ വെറും 30,000 കിലോമീറ്റർ ഓടിയുള്ളൂ വണ്ടി. ഏതാ? LXi VXi ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. 30,000 22 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, 22 7 മാസം വരുന്ന വണ്ടിയാണ്. എയർ ബാഗ് എല്ലാം വരുന്ന വണ്ടിയാണ്. 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2 ഡോർ പവർ വിൻഡോ, AC, സെൻട്രൽ ലോക്ക് ഒക്കെ വരും. അതെ. എത്രയാണ് ഇതിന്റെ ചോദ്യം? ഇത് 3,55. 3,50,000 രൂപയ്ക്ക് 22 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആൾട്ടോ 800 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 22 7 മാസം വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇറങ്ങുന്നില്ല വണ്ടി. അപ്പൊ താല്പര്യമുള്ളവരുടെ നോക്കോ. മോഡലിന്റെ കൂടിയ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കാൻ പറ്റും. 3,55 കൊണ്ടുപോകാം. ഒരു 3,4 വരെയൊക്കെ ലോണും കയറും. അടുത്ത 2 ക്വിഡ് വരാണ്ട്. ആദ്യം നമുക്ക് ഈ ഗ്രീൻ കളർ പരിചയപ്പെടാം. KL 63 രജിസ്ട്രേഷൻ ആണ്. ഏതാ മോഡൽ? ഇത് 2019 RXL. മിഡിൽ ഓപ്ഷൻ 19 മോഡല്. 1 ലിറ്റർ ആണോ? ഇത് 1 ലിറ്റർ. 1 ലിറ്ററാ? അതെ. ഓക്കെ, 1000 cc വാഹനമാണ്. അത്യാവശ്യം പവർ കൊണ്ടു നടക്കാൻ പറ്റും.
പിന്നെ ഒരു 17-20 റേഞ്ചൊക്കെ മൈലേജ് ഉണ്ടാവും അല്ലേ? ഓക്കെ. നല്ല ടയർ ഭാഗം ഉണ്ട് അല്ലേ? കുഴപ്പമില്ലാത്ത നല്ല സിംഗിൾ ഓണർഷിപ്പിൽ 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് 17 അല്ലേ? ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് 65,000. ആ ഒരു വർഷം സംബന്ധിച്ച് വലിയ ഓട്ടമല്ല അല്ലേ? 2019 ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. സോറി 19 19 ഞാൻ 17 എന്ന് പറഞ്ഞു. സോറി 19 മോഡല്. 19 മോഡൽ 65,000 സിംഗിൾ ഓണർഷിപ്പ്, ഒരു ക്ലെയിമും ഇല്ലാത്ത ഒരു ക്വിഡാണ് RXL അല്ലേ? എത്രയാ ചോദ്യം? ഇത് 260. 2,60,000 രൂപ. 1000 cc വാഹനമാണ്, 800 1000 cc ആണ്. ഓക്കെ. ഒരു 2-2.25 ലോൺ വരും. 2.5 ലോൺ വരും. നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2.55 ലോൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പ്രൈസ് എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്? ചെറുതായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. അടുത്ത ക്വിഡാണ് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം. ഇത് മാത്രമൊന്നുമല്ല, വേറെ വണ്ടികളുണ്ട്, ഒക്കെ പറയാം എങ്ങനെയാന്ന് പറയാം. ഇത് KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. നല്ല ടയേഴ്സ് ഉണ്ട് അല്ലേ എന്നാലും? അതെ. ഓക്കെ. ഏതാ മോഡല്? 2016 സിംഗിൾ ഓണർഷിപ്പിൽ 80,000 രൂപ വണ്ടി. RXT ആണ്. RXT ഫുൾ ഓപ്ഷൻ. ഓപ്ഷനിലാണോ RXT? RXT ഓപ്ഷനിൽ കൂടെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. ഇതില് റിവേഴ്സ് ക്യാമും സ്ക്രീനൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് തന്നെ ആയിരിക്കും. എയർ ബാഗ് ഉണ്ടോ? സിംഗിൾ എയർ ബാഗ് ഉണ്ടോന്ന് അറിയാം. ചെക്ക് ചെയ്യണല്ലേ? ഓക്കെ. ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അവിടെ എയർ ബാഗ് ഇല്ല. എയർ ബാഗ് ഇല്ല. ഓക്കെ. എയർ ബാഗ് ഇല്ലാത്ത മോഡലാണ്. അപ്പോൾ 17 RXT കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉണ്ട്. സോറി 16 RXT ആണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ. 80,000 അല്ലേ? ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. ഓക്കെ. എത്രയാ ഇപ്പോൾ? ഇത് 1.90 കൊടുക്കാം. ഒന്നും കൂടി ചവിട്ടാൻ പറ്റുമോ? നമുക്ക് ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും കസ്റ്റമർ വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് എന്തായാലും തീർച്ചയായും നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ. 1.90 ഇപ്പൊ ചോദ്യമാണ്, എന്തായാലും ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ സിംഗിൾ ഓണർ കിടക്കുന്ന 2016 80,000 കിലോമീറ്റർ ഓടിയ RXT ക്വിഡാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. മാക്സിമം ലോൺ കയറും. അതെ, മാക്സിമം ലോൺ ഒരു 1.65 അത്രയും കയറും അല്ലേ? ഓക്കെ. അപ്പോൾ മാർക്കറ്റ് വാല്യൂ അത്രയും ഉള്ളതുകൊണ്ടാണ് അത്രയും കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. ഏതൊക്കെ വണ്ടികളുണ്ട് ഇനിയും? ഇനി 800 ഉണ്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക്. പിന്നെ SX4 ഉണ്ട്. പഴയ ഒരു 2010 താഴെയുള്ള വണ്ടികൾ കുറെ ഉണ്ട്. കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും. അതുകൂടാതെ തന്നെ മോഡൽ കൂടിയ ബലേനോയും പിന്നെ പോളോ ഒക്കെ ഉണ്ട് അല്ലേ? അമേസ് ഉണ്ട്. അതെ. ഏത് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചോളൂ. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അല്ലെങ്കിൽ വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ തന്നെ എന്തൊക്കെയാണെന്നുള്ളത് കമൻസിൽ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ബ്രോ. താങ്ക് യു. ബൈ.